തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിന്റെ കൂടുതൽ ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് വെള്ളറട കരിക്കാമൻകോട് വാർഡ് BJP നിലനിർത്തിയെന്ന വാർത്ത വരുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം MG പ്രതീഷ് ചേരുകയാണ്. പ്രതീഷ്, എന്താണ് മത്സരത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഫലത്തെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് ലഭിക്കുന്നത്? തിരുവനന്തപുരം വെള്ളറട പഞ്ചായത്തിലെ ഒരു ഫലമാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. 23 അംഗ ഭരണസമിതിയുള്ള വെള്ളറട ഗ്രാമപഞ്ചായത്തിൽ കരിമങ്കോട് വാർഡിൽ BJP സ്ഥാനാർത്ഥി ജയിച്ചിരിക്കുന്നു എന്നതാണ് ഈ മണിക്കൂറിൽ ലഭിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത. BJP ഭരിക്കുന്ന ഏക വാർഡ് കൂടിയാണ് വെള്ളറട ഗ്രാമപഞ്ചായത്തിലെ കരിക്കാമൻകോട് വാർഡ്. 130 വോട്ടിനാണ് BJP പ്രതീക്ഷയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം ഒന്നും ഭരണത്തിൻ്റെയോ ഭരണവിരുദ്ധതയുടെയോ ഒന്നും പ്രതിഫലമായി നമുക്ക് കാണാൻ കഴിയില്ല. എന്നിരുന്നാലും ഇതൊക്കെ നൽകുന്ന ചില സൂചനകൾ ഉണ്ട് താനും. വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേർന്നു. വിജയകുമാർ, കുറച്ച് ഫലങ്ങൾ മാത്രമേ വന്നുള്ളൂ. വന്ന ഫലങ്ങൾ അനുസരിച്ച് വിജയകുമാറിൻ്റെ മനസ്സിൽ മിന്നി മറയുന്നത് എന്താണ്? SKN 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതിനു മുമ്പുള്ള ഒരുപക്ഷെ അവസാനത്തെ ഉപതെരഞ്ഞെടുപ്പ്, ലോക്കൽ ബോഡി ഉപതെരഞ്ഞെടുപ്പായിരിക്കും ഇപ്പോൾ നടക്കുന്നതെന്ന് വേണം നമ്മൾ കരുതാൻ. ഇനിയിപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സാധ്യത വളരെ കുറവേ കാണുകയുള്ളൂ. അതിൽ തന്നെ കായംകുളത്ത് പത്തിയൂരിലെ UDFൻ്റെ വിജയം എന്നത് ഈ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഏതാണ്ട് പതിറ്റാണ്ടുകളായി LDFൻ്റെ ഒരു കോട്ട, കണ്ണൂരിലെ ചില പാർട്ടി ഗ്രാമങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു കോട്ടയായി നിലനിൽക്കുന്നതാണ് കായംകുളത്തെ ഈ പത്തിയൂർ. അവിടെയാണ് UDF ഒരു അട്ടിമറി വിജയം നേടിയിരിക്കുന്നത്. ഒരു തവണയോ മറ്റോ ആണ് അവിടെ ഇടതുമുന്നണി അല്ലാതെ മറ്റാരും അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ കടുത്ത മത്സരമായിരുന്നുവെങ്കിലും കഷ്ടിച്ച് ഇടതുമുന്നണി കടന്നുകൂടി. ഇത്തവണ UDF ഏതാണ്ട് 90-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പത്തിയൂരിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ പാലക്കാട്ട് വരുന്ന റിസൾട്ടും CPMനെ സംബന്ധിച്ച് ഒട്ടും പ്രതീക്ഷാ നിർഭരമല്ല. എനിക്ക് തോന്നുന്നത് ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ UDFന് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു മേൽക്കൈയുണ്ട്. BJPക്കും ഇടതുമുന്നണിക്കും നഷ്ടം ആണ് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന കണക്കുകൾ. നമ്മൾ ഇനിയും കണക്കുകൾ വരാനിരിക്കുന്നുണ്ട്, പ്രധാനപ്പെട്ട റിസൾട്ടുകൾ വരാനിരിക്കുന്നുണ്ട്. പ്രാഥമികമായി നോക്കുമ്പോൾ UDFന് ഒരു മുൻതൂക്കമുള്ള, ഒരു നേരിയ മുന്നേറ്റമുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് ഫലമാണ് തദ്ദേശ വാർഡുകളിൽ നിന്ന് വരാനിരിക്കുന്നത്.